ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടിയാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പക്ഷേ ഫൈനലി ഇത് സക്സസ് ആയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബനാന എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ അതിനെ ഈ കാണുന്ന ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്ത്. കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അത് കണക്കിന് ഓയിലൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബനാന എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നും ഫ്രൈ ആവത്തില്ല. അപ്പോൾ എല്ലായിടത്തും ഓയിലൊക്കെ എത്തി ഇത് ഫ്രൈ ആവുന്നത് വരെ കുറേ ഇങ്ങനെ ഇളക്കി ഇരിക്കണം. അപ്പോൾ ബനാന എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് ഇനി തണുക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്തു, വെള്ളം ഒഴിച്ച് അതിനെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഉരുക്കിയ ശേഷം ഇതിൻ്റെ വേസ്റ്റ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബനാന ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇനി കുറച്ച് ഏലക്കായും ചുക്കും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. ഇനി കുറച്ച് അരിമാവും കൂടെ ചേർക്കുവാണ്. അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.